ഇന്നലെ ഇന്ത്യൻ ഓഹരി വിപണിയുടെ അവലോകനം അല്പം ജാഗ്രതയോടും അനിശ്ചിതത്വത്തോടും കൂടിയതായിരുന്നു. പ്രധാന സൂചികകളായ നിഫ്റ്റി 50-ഉം സെൻസെക്സും ആഗോള അനിശ്ചിതത്വം, ഉയരുന്ന ക്രൂഡ് ഓയിൽ വില, കൂടാതെ വിദേശ സ്ഥാപന നിക്ഷേപകരുടെ FII തുടർച്ചയായ വിൽപ്പന എന്നിവ കാരണം സമ്മർദ്ദം നേരിട്ടു. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ ഓഹരികൾ ദുർബലത കാണിച്ചു വിപണിയെ താഴേക്ക് വലിച്ചു. എന്നാൽ ഫാർം, പവർ, യൂട്ടിലിറ്റീസ് പോലുള്ള പ്രതിരോധ മേഖലകൾ താരതമ്യേന സ്ഥിരതയോടെ നിലനിന്നു. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ആഗോള സൂചനകൾ, പ്രത്യേകിച്ച് അമേരിക്കയിലെ ഇൻഫ്ലേഷൻ ഡാറ്റയും ജിയോ പൊളിറ്റിക്കൽ സംഭവ വികാസങ്ങളും വിപണിയുടെ ദിശ നിർണ്ണയിക്കാനിടയുണ്ട്. ട്രേഡർമാർക്ക് ഈ ഘട്ടത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കുകയും അതിവേഗം വാങ്ങൽ ഒഴിവാക്കി തിരഞ്ഞെടുക്കപ്പെട്ട ഓഹരികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതാണ് ഉചിതം. ടെക്നിക്കൽ അനാലിസ്റ്റുകൾ പറയുന്നതനുസരിച്ച് അടുത്ത കാലത്ത് വിപണി ഘടന ദുർബലമാണ്. കാരണം 30 ഓഹരികളുള്ള BSE സെൻസെക്സ് പ്രധാന റെസിസ്റ്റൻസ് ലെവലുകൾക്ക് താഴെയാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. സെൻസെക്സ് 1342.27 പോയിന്റ് ഇടിഞ്ഞ് 76,863.71 ക്ലോസ് ചെയ്തു. NSE നിഫ്റ്റി 50,394.75 ഇടിഞ്ഞ് 23,866.85 അവസാനിച്ചു. ഇൻട്രാഡേ ചാർട്ടിൽ ലോവർ ഹൈസ് ലോവർ ലോസ് രൂപപ്പെട്ടതിനാൽ ബിയറിഷ് ഘടന വ്യക്തമാണ്. വിൽ റേഞ്ച് ടോപ്പിന് മുകളിൽ നിലനിൽക്കാൻ പരാജയപ്പെട്ടു. തുടർന്ന് വിൽപ്പനക്കാർ ശക്തമായി രംഗത്തെത്തി 76,500 സപ്പോർട്ട് മേഖലയിലേക്ക് ഇൻഡെക്സ് താഴ്ത്തി. തുടർച്ചയായ ചുവപ്പ് ക്യാൻഡിലുകളും സ്ഥിരമായ വോളിയവും ശക്തമായ വിൽപ്പന സമ്മർദ്ദം കാണിക്കുന്നു. RSI 30-ന് സമീപം എത്തിയതിനാൽ ഷോർട്ട് ടേം ബൗൺസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും മൊത്തത്തിൽ മൊമെന്റം ഇപ്പോഴും ബിയറിഷാണ്. BSE പ്രൊവിഷണൽ ഡാറ്റ പ്രകാരം വിദേശ സ്ഥാപന നിക്ഷേപകർ 6,267 കോടി രൂപ മൂല്യമുള്ള ഓഹരികൾ വിറ്റു. അതേസമയം ആഭ്യന്തര സ്ഥാപന നിക്ഷേപകർ 4,966 കോടി രൂപ മൂല്യമുള്ള ഓഹരികൾ വാങ്ങി. ഉയർന്ന ക്രൂഡ് ഓയിൽ വിലയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ രൂപ 16 പൈസ ഇടിഞ്ഞ് 92.01 ഡോളറിനെതിരെ ക്ലോസ് ചെയ്തു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ ഇന്ത്യയിലെ പെയിന്റ് കമ്പനികൾ ഏപ്രിലിൽ 2 മുതൽ 5% വരെ വില വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. കമ്പനികളിപ്പോൾ കച്ചവട വസ്തുക്കളുടെ ചെലവും മത്സര കമ്പനികളുടെ തീരുമാനങ്ങളും വിലയിരുത്തി അന്തിമ തീരുമാനമെടുക്കാനാണ് കാത്തിരിക്കുന്നത്. ഇക്കാലത്ത് പെയിന്റ് മേഖലയിലെ ആവശ്യകത സ്ഥിരമാണ്. പ്രത്യേകിച്ച് ഇക്കോണമി സെഗ്മെന്റിൽ കൂടുതൽ വളർച്ച കാണുന്നു. അമേരിക്കൻ ഓഹരി വിപണിയിൽ ബുധനാഴ്ച മിക്സഡ് പ്രകടനമായിരുന്നു. ഡൗ ജോൺസ് 0.45% ഇടിഞ്ഞപ്പോൾ S&P 500 0.10% ഉയർന്നു. നാസ്ഡാക്ക് 0.48% നേട്ടത്തിൽ അവസാനിച്ചു. ഫെബ്രുവരിയിലെ US കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI വർഷാന്തര അടിസ്ഥാനത്തിൽ 2.4% സ്ഥിരത പുലർത്തി. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ആക്രമണങ്ങൾ കാരണം ബ്രെന്റ് ക്രൂഡ് വില $90 മുകളിലേക്ക് ഉയർന്നു. ഇന്റർനാഷണൽ എനർജി ഏജൻസി IEA 32 രാജ്യങ്ങളുമായി ചേർന്ന് 400 മില്യൺ ബാരൽ അടിയന്തര എണ്ണ സംഭരണി വിപണിയിലേക്ക് വിടാൻ തീരുമാനിച്ചു. അമേരിക്കയും ജപ്പാനും ഇതിൽ വലിയ പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷ. കമ്പനി വാർത്തകളിൽ ഓറക്കിളുടെ ഓഹരികൾ 12.8% ഉയർന്നു. AI സേവനങ്ങളിലേക്കുള്ള വലിയ ആവശ്യകത കാരണം കമ്പനിയുടെ വരുമാനം $17.2 ബില്യൺ 22% വർദ്ധിച്ചു. ക്യാമ്പൽസ് ഓഹരി 8.5% ഇടിഞ്ഞു. കമ്പനി വാർഷിക പ്രവചനം കുറച്ചതിനെ തുടർന്ന്. എയ്റോ വൈറോൺമെന്റ് ഓഹരി 5.3% താഴ്ന്നു. ഏരീസ് മാനേജ്മെന്റ് 4% ഇടിഞ്ഞപ്പോൾ അപ്പോളോ ഗ്ലോബൽ മാനേജ്മെന്റ് 1.5% കുറഞ്ഞു. ശക്തമായ US ഡോളർ കാരണം സ്വർണ്ണവിലയിൽ ചെറിയ ഇടിവുണ്ടായി. സ്പോട്ട് ഗോൾഡ് 0.3% ഇടിഞ്ഞ് $5,177.50 സിൽവർ 3.1% താഴ്ന്നു. പ്ലാറ്റിനം 0.5% കുറഞ്ഞു. പെലേഡിയം 1.3% ഇടിഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം എണ്ണ വിപണിയിൽ വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനെ തുടർന്ന് ക്രൂഡ് വില താൽക്കാലികമായി $120 വരെ ഉയർന്നിരുന്നു. പിന്നീട് ഡിപ്ലോമാറ്റിക് പരിഹാര പ്രതീക്ഷയോടെ ഇത് ഏകദേശം $90 താഴ്ന്നു. ഇപ്പോൾ പേർഷ്യൻ ഗൾഫിൽ 28 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ 778 സമുദ്ര തൊഴിലാളികളുമായി കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ത്യയുടെ നാച്ചുറൽ ഗ്യാസ് വിതരണം ഇതിന്റെ ഫലമായി ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ
വ്യവസായങ്ങൾക്ക് വിതരണം കുറച്ച് ഗൃഹോപയോഗത്തിന് മുൻഗണന നൽകുന്നു. രാജപുതാന സ്റ്റെയിൻലെസ് IPO അവസാന ദിവസം മുഴുവനായും സബ്സ്ക്രൈബ് ചെയ്തു. NII വിഭാഗത്തിൽ ശക്തമായ ആവശ്യകത ഉണ്ടെങ്കിലും GMP മിതമായ ലിസ്റ്റിംഗ് സൂചിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് കഴിഞ്ഞ 4 ട്രേഡിംഗ് ദിവസങ്ങളിൽ വിദേശ നിക്ഷേപകർ 21,000 കോടി രൂപ പിൻവലിച്ചു. ഗുജറാത്ത് സർക്കാർ സൂറത്ത് സാമ്പത്തിക മേഖലയിലെ റോഡ് നവീകരണത്തിന് 1,185 കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചു. 383 കിലോമീറ്റർ നീളമുള്ള 24 പദ്ധതികൾ ദക്ഷിണ ഗുജറാത്തിലെ ലോജിസ്റ്റിക്സ്, വ്യവസായ ബന്ധം, ടൂറിസം എന്നിവ മെച്ചപ്പെടുത്തും. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് NCRലെ റെസ്റ്റോറൻറ്റുകൾക്ക് ഗ്യാസ് വിതരണം 20% കുറച്ചു. LNG വിതരണ തടസ്സമാണ് ഇതിന് കാരണം. ഗ്രാന്യൂൾസ് ഇന്ത്യ അമേരിക്കയ്ക്ക് പുറത്തേക്ക് വ്യാപനം വർദ്ധിപ്പിക്കുകയും കോംപ്ലക്സ് ജനറിക്സ് മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും ചെയ്യുകയാണ്. ഇതിന് പിന്തുണയായി ഫെബ്രുവരിയിൽ കമ്പനി 1,762.50 കോടി രൂപ മൂലധനം സമാഹരിച്ചു. ഗെയിൽ ഇന്ത്യയുടെ ഗ്യാസ് ആവശ്യകത നിറവേറ്റാൻ ഒമാനിൽ നിന്ന് LNG കാർഗോ വാങ്ങി. IRCTC റെയിൽവേ സ്റ്റേഷനുകളിലെ കാറ്ററിംഗ് യൂണിറ്റുകൾ LPGയിൽ നിന്ന് ഇൻഡക്ഷൻ സ്റ്റൗ, മൈക്രോവേവ് എന്നിവയിലേക്ക് മാറണമെന്ന് നിർദ്ദേശിച്ചതോടെ TTK പ്രസ്റ്റീജ് പോലുള്ള കിച്ചൺ അപ്ലയൻസ് കമ്പനികളുടെ ഓഹരികൾ 8% വരെ ഉയർന്നു. സെബി ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ AIF മേഖലയിലെ വെളിപ്പെടുത്തലുകൾ, മൂല്യനിർണ്ണയം, നിക്ഷേപക സംരക്ഷണം എന്നിവ സംബന്ധിച്ച് കൂടുതൽ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരാൻ ആലോചിക്കുന്നു. തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പുദൂർ ഹ്യുണ്ടായി, സാംസങ്, ഫോക്സ്കോൺ, ഡെൽ തുടങ്ങിയ ആഗോള കമ്പനികളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമായി വളർന്നു. ഇവിടെ 70,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് അമേരിക്കയിലെ ടെക്സസിൽ $300 ബില്യൺ വില വരുന്ന ഓയിൽ റിഫൈനറി നിർമ്മിക്കാൻ പങ്കാളിത്തം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ശ്രദ്ധയിൽപ്പെട്ടു. യൂണിപാർട്സ് ഇന്ത്യ CFO സ്ഥാനത്ത് മാറ്റം പ്രഖ്യാപിച്ചു. രോഹിത് മഹേശ്വരി രാജിവെച്ചപ്പോൾ സന്ദീപ് തനേജ പുതിയ CFO ആയി നിയമിതനായി. അപ്കമിംഗ് കോർപ്പറേറ്റ് ആക്ഷൻസ്. IRFC 80 പൈസ ഡിവിഡൻഡ് ഓരോ ഓഹരിക്കും. IRCTC 2 രൂപ ഡിവിഡൻഡ്. IRB ഇൻഫ്രാസ്ട്രക്ചർ 15 പൈസ ഡിവിഡൻഡ്. ഇന്ത്യ നിപ്പോൺ ഇലക്ട്രിക്കൽസ് 5 രൂപ ഡിവിഡൻഡ്. കാസ്ട്രോൾ ഇന്ത്യ 4 രൂപ 50 പൈസ ഡിവിഡൻഡ്.